ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വേറൊന്നുമില്ല, പലതരം ജ്യൂസുകൾ കേട്ടിട്ടുണ്ട് അല്ലേ? ജ്യൂസ് ഷേക്ക് കേട്ടിട്ടുണ്ടാവും. ഗർഭാശയം ക്ലീൻ ചെയ്യുന്നൊരു ജ്യൂസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരം കൊണ്ട് നമ്മളുടെ ശരീരത്തിൽ അസുഖം ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം. എല്ലാ അസുഖത്തിനും ഏതാണെന്ന് നമുക്കറിയില്ല. കിഡ്നി സ്റ്റോൺ വരുന്നത് ഞാൻ എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആർത്തവ സമയത്ത് ഉള്ള അസുഖങ്ങൾക്ക് BP, കൊളസ്ട്രോള്, ഷുഗർ, ഇതിനൊക്കെയുള്ള വീഡിയോകൾ ഞാൻ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണാം. അതുപോലെ അമിത വണ്ണം അല്ലെങ്കിൽ കുടവയറിന് അല്ലേ, ഇതിനൊക്കെയുള്ള വേറെ വേറെ വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കപ്പോൾ. കാരണം പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രമേഹത്തിനാണെങ്കിൽ 2-3 ഓപ്ഷൻ ഉണ്ട്, തടി കുറയ്ക്കാനും 2-3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലേലിസ്റ്റായിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ളതെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗർഭാശയം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എക്സ്ക്ലൂസീവ്ലി ഫോർ ലേഡീസാണ്. അപ്പോൾ ലേഡീസ് മിസ് ചെയ്യാതെ കാണുക. ഗർഭിണികൾ ഒരു കാരണവശാലും ഇത് ഉപയോഗിക്കരുത് കേട്ടോ, ഒരു വാണിംഗ് ആണ്. ആദ്യം നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പൈനാപ്പിൾ 100 ഗ്രാം, പിന്നെ ഒരു പച്ചപ്പപ്പായ 100 ഗ്രാം, കുരു കളഞ്ഞെടുത്ത ഡേറ്റ്സ് ഈന്തപ്പഴം ഒരു 10 എണ്ണം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 10 ചെമ്പരത്തി മുട്ട്, 50 ഗ്രാം കറിവേപ്പില, കുരുമുളക് ഞാൻ പൊടിച്ചിട്ടില്ലേ, പൊടിക്കാൻ പോണേ ഉള്ളൂ, 1 ടീസ്പൂൺ അതും വേണം. ഇനി ഇതെല്ലാം നമ്മൾ പൊടിച്ച് കഴുകിയെടുത്ത് വൃത്തിയാക്കിയെടുത്ത് അരച്ചിട്ട് ഞാൻ ബാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ ജ്യൂസ് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ കഴിച്ച് കാണിച്ചൊന്നുമില്ല, ഞാൻ കുടിച്ചു, അത്ര തന്നെയേ ഉള്ളൂ. കാരണം അപ്പോഴേക്കൂടെ ഒരു ഗസ്റ്റ് വന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ലതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല ജ്യൂസിന്. അപ്പോൾ ഇത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. കൊച്ചു പിള്ളേർക്ക് പ്രായപൂർത്തിയായിട്ടുള്ള ആർക്കും. അപ്പോൾ ട്രൈ ചെയ്യുക. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കമൻറ്റ് ഇടുക. ഇതുപോലെ ഇങ്ങനെ നേരിട്ട് വിളിക്കുന്നുണ്ട് പലരും നല്ലത് പറയാനൊക്കെ ആയിട്ട്. പക്ഷെ നല്ലതാകുമ്പോഴേക്കും ഞാൻ എന്നോട് പറയാതെ കമൻറ്റിലിടുകയാണെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ കണ്ടായിരിക്കും ഒരു ഇത് കിട്ടിയിട്ടല്ല, അത് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവില്ലേ. ഇപ്പോൾ കൊളസ്ട്രോളിന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഉണ്ടാക്കി അത് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എന്നെ വിളിച്ച് താങ്ക്സ് പറയുന്നുണ്ട്. തൈറോയിഡ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് താങ്ക്സ് പറയുന്നവരുണ്ട്. പക്ഷേ ഇത് കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാലല്ലേ കുറച്ചുകൂടെ ഗുണം ചെയ്യാം. എനിക്കല്ല, മറ്റുള്ളവർ കാണുമ്പോൾ ലളിച്ച് പറഞ്ഞ ശരി തന്നെയാണ് കേട്ടോ എന്ന് അവർക്ക് തോന്നും, അവർ ട്രൈ ചെയ്യില്ലേ. അപ്പോൾ അത് ട്രൈ ചെയ്യാത്തവർക്കൊരു ഇൻസ്പിറേഷനാണ്. പുതുതായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ എന്നെ അറിയാവുന്നവർക്ക് അറിയാം, നമ്മളെ കൂടെ ഇപ്പോൾ ഒറിജിനൽ തന്നെ പറയുന്നുള്ളൂ. പക്ഷേ എല്ലാവർക്കും അറിയുന്നു നിർബന്ധമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നതിനേക്കാളും ഇവിടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഉപകാരമാവും. അപ്പോൾ അടുത്ത ഒരു ഹെൽത്ത് ടിപ്പായിട്ട് വരുന്നവരേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒന്നുമല്ല, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാലാണ് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്ന പരിപാടി നിർത്തി. ആദ്യമൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ ലിങ്ക് ഷെയർ ചെയ്യായിരുന്നു, ഇപ്പോൾ അത് നിർത്തി. അപ്പോൾ അതുകൊണ്ട് ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം ഇടുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, ബൈ.